ഹായ് ഫ്രണ്ട്സ്. അതുല്യ കലാകാരനായിട്ടുള്ള ശ്രീനിവാസൻ മരിച്ചു അല്ലെ. മരിച്ചപ്പോൾ ഒരുപാട് പേര് അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സ് ആയിട്ടും അതുപോലെ ഉന്നത തലത്തിൽ നിൽക്കുന്ന ഒരുപാട് പേര് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതിനൊക്കെ കുറേ ക്രിറ്റിസിസവും കൂടി വന്നിട്ടുണ്ട്. ഇതൊക്കെ ഒരു ക്രിറ്റിസിസം മൈൻഡിൽ കൂടെ മാത്രം കാണുന്നവർ കുറേ പേരുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു മൈൻഡിൽ കൂടെ വരുന്ന കുറേ കാര്യങ്ങൾ, CM വന്നതും അതുപോലെ തന്നെ ചെകുത്താൻ പറയണതും പൃഥ്വിരാജ് വന്ന കാര്യങ്ങളും മമ്മൂട്ടി, മോഹൻലാല്, ദിലീപ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അതൊക്കെ ഡിസ്കഷൻ നടത്തണം. അതിന് മുന്നിട്ട് ചാനൽ ഒന്നുമില്ല, ഒരു സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടനും കൂടി അമർത്തുക കേട്ടോ. ഓക്കെ, ആദ്യം CMന്റെ കാര്യം തന്നെ പറയാം കേട്ടോ. CM വന്ന് നിന്നപ്പോൾ തന്നെ ധ്യാനിനെ തട്ടി ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പൊ CM നിൽക്കുകയാണ്, ധ്യാൻ അവിടെ ഇരിക്കുകയാണ്. അപ്പൊ മുഖ്യമന്ത്രി വന്നപ്പോൾ എണീറ്റില്ല എന്നതാണ് ഒന്നാമത്തെ ക്രിറ്റിസിസം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ സ്വന്തം ആൾക്കാർ മരിച്ചു കിടക്കുന്ന സമയത്ത് ആരാണ് വന്നു പോകുന്നത് വരുന്നത്? അവർ ജസ്റ്റ് നോക്കിയിട്ടുണ്ടാവാം, പക്ഷെ അവരുടെ മൈൻഡിൽ അതൊന്നുമല്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ അച്ഛനമ്മ മരിച്ചു കിടക്കുന്ന സമയത്ത് വേറെ ആൾക്കാർ വരുന്നതോ അവരെന്തെങ്കിലും പറയുന്നതോ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുമോ? ഈ പറയുന്നവർ ആരാണ്? ഇത് ക്രിറ്റിസൈസ് ചെയ്യുന്നവരൊക്കെ ആരാണ്? ഇതിനൊക്കെ കമന്റ് ബാഡായിട്ട് കുറേ കമന്റ്സ് ഇടുന്നവരൊക്കെ ആരാന്ന് നോക്കി നോക്കുക. മുഖ്യമന്ത്രിക്ക് സീറ്റ് കൊടുത്തില്ല പോലും. പിന്നെ ധ്യാൻ അച്ഛൻ മരിച്ചു കിടക്കുന്ന സമയത്ത് ധ്യാൻ അവിടെ നിന്ന് എണീക്കണോ? ഇനി അഥവാ ധ്യാൻ അങ്ങനെ എണീറ്റു എന്ന് വിചാരിക്കും, എന്നിട്ട് മുഖ്യമന്ത്രിക്ക് സീറ്റ് കൊടുത്തിരിക്കുക, അപ്പോൾ അതിന് വേറെ ക്രിറ്റിസിസം ഉണ്ടാവും. എന്താ ഉണ്ടാവുക? ഓ, അവ അച്ഛൻ മരിച്ചു കിടക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ, അവൻ എണീറ്റ് മുഖ്യമന്ത്രി, അപ്പൊ അവൻ അത്രയും വിഷമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നവരും ഉണ്ടാവും. അപ്പോൾ എന്താ പറയാ, രണ്ട് തലത്തിൽ പറയുന്ന ആൾക്കാരും നമ്മുടെ കേരളത്തിലുണ്ട്. ഇനി ചെകുത്താൻ എന്ന് പറഞ്ഞൊരു യൂട്യൂബർ ഉണ്ട് അല്ലേ. അയാൾ ഇങ്ങനെ കുറേ വൃത്തികേടുകൾ പറയും. ഈ മരിച്ചു കിടക്കുന്ന സമയത്തും അയാൾ ഒരു കളിയാക്കിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു കേട്ടോ. അയാൾ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ശ്രീനിവാസൻ മരിച്ചപ്പോൾ റെസ്റ്റ് ഇൻ സിനിമ എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റൊക്കെ കണ്ടു അത്രേ. കുറെ ആൾക്കാർ റെസ്റ്റ് ഇൻ സിനിമ എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇയാൾ പറയും, ലുലുമാളിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ മരിച്ച റെസ്റ്റ് ഇൻ ലുലുമാൾ എന്ന് പറയുമോ? ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ മരിച്ച റെസ്റ്റ് ഇൻ ഹോട്ടൽ എന്ന് പറയുമോ? അതുപോലെ പെട്രോൾ പമ്പിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ മരിച്ച റെസ്റ്റ് ഇൻ പെട്രോൾ പമ്പ് എന്ന് പറയൂ എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കിക്കൊണ്ട് വിളിച്ച് പറഞ്ഞുകൊണ്ട് കളിയാക്കുകയാണ് കേട്ടോ. അയാൾക്ക് എന്താന്ന് വെച്ചാൽ സിനിമാക്കാരുടെ മൊത്തം അയാൾക്കൊരു ദേഷ്യമാണ്. അയാൾ എന്തോ എത്തിപ്പെടാത്തൊരു ദേഷ്യമോ എന്തൊക്കെയാണ് അയാൾക്ക്. പക്ഷെ റെസ്റ്റ് ഇൻ സിനിമ എന്ന് കൊടുത്തത് എല്ലാ സിനിമാക്കാർക്കും കൊടുക്കില്ല. അത്രയധികം കോൺട്രിബ്യൂഷൻ കൊടുത്ത വ്യക്തിയാണ് ആര്? ശ്രീനിവാസ് എന്ന് പറഞ്ഞ മക്കളും അതെ അല്ലെ. അത്രയധികം കോൺട്രിബ്യൂഷൻ അവർ നിന്നിട്ട് കിട്ടിയിരിക്കുന്നത്. ഓരോ ക്യാരക്ടേഴ്സും ഓരോ ജനറേഷനിലെ ആൾക്കാർക്കും നമുക്ക് എല്ലാവർക്കും ഡൈജസ്റ്റ് ആവുന്ന ഒരു ക്യാരക്ടറാണ് ശ്രീനിവാസിന്റെ അല്ലെ. ഇപ്പോഴും പൊട്ടിച്ചിരിക്കുന്ന ക്യാരക്ടറും ചിന്തിപ്പിക്കുന്ന ക്യാരക്ടേഴ്സും ഒക്കെ ഏത് പ്രായക്കാർക്കും ചിന്തിക്കാൻ പറ്റുന്ന ക്യാരക്ടർ ഉള്ളത് കൊണ്ടാണ് അയാളെ റെസ്റ്റ് ഇൻ സിനിമ എന്ന് കൊടുത്തത്. അല്ലാതെ ഇങ്ങനെ പറയുന്ന ചെകുത്താനെയോ അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്ന ക്രിറ്റിസൈസ് ചെയ്യുന്നവരെയോ അങ്ങനെ കൊടുക്കില്ല. ഇനിയിപ്പോൾ സിനിമാക്കാരിൽ വേറെ കുറേ പേര് മരിച്ചാലും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ക്യാരക്ടേഴ്സ് ഉള്ളവരെ മാത്രമേ നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കുകയുള്ളൂ അല്ലെ. അല്ലാതെ എല്ലാ അണ്ടനും അടങ്ങോടനും കൊടുക്കാൻ പറ്റിയ പേരുകളൊന്നുമില്ല, ലാബിലൊന്നും അല്ല അത്. ശ്രീനിവാസന്റെ ഓരോ ക്യാരക്ടേഴ്സും ഇപ്പോൾ ഓരോരുത്തരുടെ മനസ്സിലും ഉണ്ടാവും. ശ്രീനിവാസൻ എന്ന് പറയുമ്പോൾ തന്നെ പല പല ക്യാരക്ടേഴ്സ് മിന്നി മറിഞ്ഞു പോകും അല്ലെ. അദ്ദേഹം ഒരു റൈറ്ററായിട്ടും അതുപോലെ തന്നെ ഒരു നടനായിട്ടും ഡയറക്ടറായിട്ടും ഒക്കെ തിളങ്ങി നിൽക്കുകയായിരുന്നു. അത്രയും അത്രയും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു നടനായിരുന്നു ശ്രീനിവാസൻ അല്ലെ. അത്രയും വൺ ഓഫ് ദി ബെസ്റ്റ് ആക്ടർ എന്ന് തന്നെ പറയാം. ഇനി ഒരു മീഡിയയിൽ ഇതുപോലെ ഹെഡിങ് കണ്ടു, ശ്രീനിവാസൻ മരിച്ചതല്ല കൊന്നതാണ് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അതിൽ ഞാൻ കേട്ടപ്പോൾ എന്താ സംഭവം, സിഗരറ്റ് വലി കാരണം മരിച്ചതാണ്, അപ്പൊ സിഗരറ്റ് കൊന്നതാണെന്നുള്ള ലെവലിലാണ് അങ്ങനെ പറയുന്നത്. ഇങ്ങനെയൊക്കെ പറയാൻ പറഞ്ഞു. കൊന്നതാണ് എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ എന്താ വിചാരിക്കുക? ഹെഡിങ് മാത്രം കാണുന്നവർ എന്താ വിചാരിക്കുക? അപ്പോൾ ആൾക്കാർ ഹെഡിങ് കൊടുക്കുന്നത് തന്നെ എന്താണ്, ഒരുമാതിരി മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഹെഡിങ്ങുകളാണ് കൊടുക്കുന്നത്. അതുപോലെ മതങ്ങളെ കുറിച്ച്, ഈ മതമൈത്രി മതങ്ങളെ കുറിച്ചിട്ട് നമ്മുടെ ശ്രീനിവാസൻ പറയുന്നത് കേട്ടാൽ നമുക്ക് ശരിക്കും കണ്ണ് നിറഞ്ഞു പോകും കേട്ടോ. ശരിക്കും ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണെങ്കിലും മതങ്ങളുടെ പേരും പറഞ്ഞ് ഒരുപാട് പെൺകുട്ടികളും ആൺകുട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും ഹറാസ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ ശ്രീനിവാസൻ പറയുന്നത് കേട്ടിട്ട് ഒരു വോയിസ് ഞാൻ കേൾപ്പിക്കട്ടെ. ഒരു പെൺകുട്ടിയുമായിട്ട് ഒരു പ്രണയം ഉണ്ടായി. ഈ സാമ്പത്തികമൊന്നും നോക്കിയിട്ടല്ലല്ലോ പ്രണയിക്കുന്നത്, പ്രണയിച്ച് പോവുകയാണല്ലോ. ആ സമയത്ത് ഇന്നസെന്റ് പുള്ളി എൻ്റെ കയ്യിൽ ഒരു 400 രൂപ തന്നു. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ പൈസയൊന്നുമില്ലല്ലോ, ഇത് എവിടെ നിന്ന് ഈ 400 രൂപ കിട്ടി? അപ്പോൾ പുള്ളി പറഞ്ഞു, ആലീസിന്റെ വള, ഈ വളക്ക് മാർവാടിയുടെ കടയിൽ കിടന്നിട്ട് നല്ല ശീലമുള്ള വളയാ, നീ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ആ 400 രൂപയും കൊണ്ടാണ് ഞാൻ നാട്ടിലേക്ക് എത്തുന്നത്. വൈകുന്നേരമായപ്പോൾ അമ്മ പറഞ്ഞു, അവിടെ കഴുത്തിലൊരു താലി കെട്ടണം, സ്വർണത്തിന്റെ താലി കെട്ടണം. ഞാൻ പറഞ്ഞു, സ്വർണത്തിന്റെ താലി കെട്ടാൻ എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല, നടക്കില്ല, അതില്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ ഒരുപാട് വാശി വെച്ചു. ഞാൻ മമ്മൂട്ടിയുടെ അടുത്ത് പോയി, രാത്രിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു,
ഇങ്ങനെ നാളെ എൻ്റെ കല്യാണമാണ്, നാളെ റേസ് ഓഫീസിൽ വെച്ചിട്ട് ആരെയും ക്ഷണിക്കുന്നൊന്നുമില്ല, എനിക്കൊരു 2000 രൂപ വേണം, ഒരു ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ 2000 രൂപ അദ്ദേഹം തന്നു. അങ്ങനെ ഞാൻ ഇതുകൊണ്ട് സ്വർണത്തിൻ്റെ ഒരു താലി വാങ്ങിച്ചു. രജിസ്റ്റർ ഓഫീസിൻ്റെ വരാന്തയിൽ വെച്ചാണ് ഞാനത് എൻ്റെ ഭാര്യയായ അവരുടെ കഴുത്തിൽ കെട്ടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്രയുമാണ്: ഒരു ക്രിസ്ത്യാനി തന്ന 400 രൂപ, മുസ്ലിമായ മമ്മൂട്ടി തന്ന രൂപയ്ക്ക് ഹിന്ദുവായ പെൺകുട്ടിയുടെ കഴുത്തിൽ ഞാൻ കെട്ടിയ സ്വർണ്ണത്താലി. എന്ത് മതം? ആരുടെ മതം? കേട്ടോ, എത്ര അർത്ഥവത്തായ വാക്കാണ് നോക്കൂ. എന്ത് മതം, ആരുടെ മതം, അല്ലെ? ശരിക്കും മതത്തിന്റെ പേര് തല്ലുകൂടുന്നവരൊക്കെ ഇതൊക്കെ കേൾക്കേണ്ടതാണ്. ഇനി ഇതുപോലെ മരിച്ചു കിടക്കുന്ന സമയത്തോടെ മമ്മൂക്ക, മോഹൻലാല്, ദിലീപ് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ മമ്മൂക്ക അവിടെ ഇരിക്കുന്ന കണ്ടോ, ദിലീപ് അപ്പുറത്തിരിക്കുന്നുണ്ട്. ദിലീപ് എണീറ്റ് നിന്നിട്ട് മമ്മൂക്കൊക്കെ കൈ കൊടുത്തു, മമ്മൂട്ടി കൈ കൊടുത്തു കേട്ടോ. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ വേറൊരു മറ്റു ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. ഈ ശ്രീനിവാസിന് പകരം ഇവൻ പോയാൽ മതിയായിരുന്നു. ആര്? മമ്മൂക്കാനെയാണ് പറയണത് കേട്ടോ. കൈ കൊടുത്തത് കൊണ്ട്, ദിലീപിന് കൈ കൊടുത്തുകൊണ്ട് ഈ കുറ്റത്തിൽ ഇവനും പങ്കാളിയാണ് എന്ന് പറഞ്ഞു വേറൊരു കമന്റ്. ശരിക്കും ഇവരൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു മനുഷ്യനെ കണ്ട കൈ കൊടുത്ത് കുറ്റവാളിയല്ല, അത് കുറ്റവിമുക്തനായ ആളാണ്. കൈ കൊടുത്ത അതിന് ഇവൻ മരിച്ചാ മതിയായിരുന്നു എന്നാണ് പറയുന്നത് മമ്മൂക്കാനെ, ശ്രീനിവാസിന് പകരം. അപ്പൊ ഇത്രയും ദുഷിച്ച മനസ്സുള്ള കുറെ പേരുണ്ട് കേട്ടോ ഈ കമന്റ്സ് ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട്. ഇനി ഇതുപോലെ ഇനിയിപ്പോ ദിലീപിന് ഒരുപാട് പേര് ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ അടുത്തേക്ക് വന്നു. അതുപോലെ തന്നെ സെൽഫി എടുക്കാൻ വന്നു. അപ്പൊ ഇതൊക്കെ സമ്മതിച്ചു. അപ്പൊ ഒരു പറ്റം ആൾക്കാർ പറയുന്നത് എന്താണ്? അവനെ മരണ വീട്ടിൽ കണ്ടില്ലേ കാണിക്കുന്നത്, സെൽഫി എടുക്കുന്നു, കൈ കൊടുക്കുന്നു, ഇതൊക്കെ. അപ്പൊ സമ്മതിച്ചതാണ് കുറ്റം. ഇനി അഥവാ ഇത് സമ്മതിച്ചില്ല എന്ന് വിചാരിക്കും, അപ്പൊ എന്തായിരിക്കും പറയാ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയോക്കൂ. അവന്റെ ഒരു അഹങ്കാരം നോക്ക്, അവൻ കുറ്റവിമുക്തനായെന്നുള്ള അഹങ്കാര, അവൻ തന്നെയാണ് ഈ ബലാത്സംഗ കേസിലെ ഗൂഢാലോചന പ്രതി എന്ന് പറയും, ഇല്ലേ? ഇനി ഇതേപോലെ തന്നെ നമ്മുടെ ശ്രീനിവാസൻ ജീവിച്ചിരുന്ന സമയത്ത് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തിരുന്നു. 2023 കേട്ടോ ഇന്റർവ്യൂ കൊടുത്തിരുന്നത്. അതിൽ ആള് പറയുന്നത് മോഹൻലാൽ ഒരു കപട നാട്യക്കാരനാണ് എന്ന് പറയുന്നു. ആളെല്ലാം തുറന്നു പറയുന്ന കാര്യം. അത് മനസ്സേ വെച്ചിട്ട് ഇരിക്കുന്ന ആളൊന്നല്ല. അത് മോഹൻലാൽ ചില കാര്യങ്ങൾ ചെയ്തത് കൊണ്ടായിരിക്കും കപട നാട്യക്കാരൻ. അവിടെ എക്കാലവും മോഹൻലാൽ കപട നാട്യക്കാരൻ എന്നല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കപട നാട്യക്കാരനാണ്, അതുകൊണ്ട് എനിക്ക് അംഗീകരിക്കാൻ ഇപ്പോഴും പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നീട് മോഹൻലാലിനോട് സോറിയും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം മോഹൻലാൽ ഒരുപാട് കാപ്പട്യങ്ങൾ തുറന്ന് ചെയ്യുന്ന ആളാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതിന് ഉദാഹരണമായിട്ട് പറയുന്നത് എന്താ വെച്ചാൽ, പ്രേം നസീർ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു പോലും, മോഹൻലാലിനെ വെച്ചൊരു സിനിമ ചെയ്യണം എന്ന് പ്രകടിപ്പിച്ചിരുന്നു. അപ്പം പ്രേം നസീർ ഓടി വന്നിട്ട് തിരക്കഥ എഴുതാൻ ശ്രീനിവാസനെ ഏൽപ്പിച്ചു. അങ്ങനെ തിരക്കഥ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അത് പൂർത്തിയായി കഴിഞ്ഞപ്പോൾ പ്രേം നസീറിനെ വേഗം വിളിച്ച് കാര്യം പറഞ്ഞു, എങ്ങനെ തിരക്കഥ പൂർത്തിയായിട്ടുള്ളത്. അപ്പൊ പ്രേം നസീർ എന്ത് ചെയ്തു? ഓടിപ്പോയിട്ട് മോഹൻലാലിന് അഡ്വാൻസ് കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത്, നമുക്കറിയില്ല കേട്ടോ. അപ്പൊ കഥ പൂർത്തിയായി. അപ്പം മോഹൻലാൽ ഉടനെ തന്നെ ശ്രീനിവാസനെ വിളിച്ച് പറഞ്ഞു പോലും, കഥ പൂർത്തിയായി എന്നോടല്ലേ പറയേണ്ടത്, നീ എന്തിനാ നേരെ അയാളോട് ചെന്ന് പറഞ്ഞത്? ആ കിളവന് വേറെ പണിയൊന്നുമില്ല, എനിക്കൊന്നും പറ്റില്ല സിനിമയിൽ അഭിനയിക്കാൻ എന്നൊക്കെ പറഞ്ഞ് അതിനെ കുറെ കുറ്റം പറഞ്ഞു മോഹൻലാൽ എന്നാണ് പറയുന്നത്. ആള് ചിലപ്പോൾ ഒരു തമാശയായിട്ട് പറഞ്ഞതാണോ എന്താണെന്നറിയില്ല കേട്ടോ. പിന്നീട് ഈ പ്രേം നസീർ മരിച്ചപ്പോ, ഈ സിനിമ അഭിനയിച്ചില്ല എന്ന് പറയുന്നത്, മരിച്ചപ്പോ ആദരവ് കൊടുത്തു, അതൊരു കാപ്പട്യമല്ലേ എന്നൊക്കെ പറഞ്ഞ് ആള് ആ ഇന്റർവ്യൂല് കുറെ വിളിച്ചു പറഞ്ഞു. പിന്നീട് മോഹൻലാലിനെ കണ്ടപ്പോൾ ആള് പറഞ്ഞത്, ഞാൻ പറഞ്ഞത് തനിക്ക് നൊന്തോ, സോറി ഇട്ടോ എന്നൊക്കെ പറഞ്ഞ് സോറിയും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമുക്ക് പഴയ ഉദയനാണ് താരത്തിന്റെ 2ാമത്തെ ഭാഗമൊക്കെ ഇറക്കിയത്, അല്ലെ? അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ആള് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഫീൽഡ് ഔട്ട് ആയി പോയി എന്നും പറയപ്പെടുന്നു. വലിയ വലിയ നടന്മാരെ പിണക്കി കഴിഞ്ഞാൽ പ്രശ്നങ്ങളാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫീൽഡ് ഔട്ട് ആയി എന്നും പറയപ്പെടുന്നു. അതൊക്കെ പഴയ കഥ, അങ്ങനത്തെ കഥകളൊക്കെ ഉണ്ട്. പക്ഷെ എന്തും തുറന്നു പറയാനുള്ള ധൈര്യം, അതാണ് ആളുടെ നമുക്ക് പറയാൻ, അത് പറയാനാണ് ഞാൻ ഈ കഥ പറഞ്ഞത് കേട്ടോ. എന്തും ആരാണോ നിൽക്കുന്നത്, ലൈം ലൈറ്റിൽ നിൽക്കുന്ന നടനാണെങ്കിൽ പോലും ആളുടെ ചെറിയൊരു മൈന്യൂട്ടായിട്ടുള്ള പ്രശ്നം പോലും ആള് വിളിച്ചു പറഞ്ഞിരിക്കും. അത് നർമ്മത്തോടു കൂടി ആള് പറയും, മറ്റുള്ളവരെ രസിപ്പിച്ചുകൊണ്ട്. ആർക്കും ദേഷ്യം, മോഹൻലാലിന് പോലും ദേഷ്യമില്ലാത്തൊരു നടനാണ് ശരിക്കും ശ്രീനിവാസൻ. ഇങ്ങനെ വിളിച്ചു പറഞ്ഞാൽ പോലും മോഹൻലാലിന് ദേഷ്യമില്ല. അത്ര നല്ല ക്യാരക്ടറാണ് ശ്രീനിവാസന്റെ. അപ്പോൾ ഓക്കെ, താങ്ക് യു.